ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചില ഗ്രാമർ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു എക്സാം സ്പെഷ്യൽ വീഡിയോ ആണ്. ഇതിൽ പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. എഡിറ്റ് ദ പാസേജ് ഗിവൺ ബിലോ. ഇതൊരു പാരഗ്രാഫ് എഡിറ്റ് ചെയ്യാനുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ ചില മിസ്റ്റേക്കുകളുണ്ട്. അത് ഇവിടെ ABCD എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലെ തെറ്റായ കാര്യം മാറ്റിയിട്ട് നമ്മൾ ശരിയായ ഉത്തരം എഴുതുക. ഇതിനൊരിക്കലും നമ്മൾ പാരഗ്രാഫ് മുഴുവനായിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ABCD എന്ന് പറഞ്ഞ് അതിൻ്റെ ആൻസർ മാത്രമാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Gandhiji attended many meetings in England that was organized by the students' organization. He addressed them as friends and fellow students. In one of his speech, he brought out the relation between education and non-violence. He explained that non-violence was not the weapon of the weak. അപ്പോൾ ഇവിടെ മിസ്റ്റേക്ക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് വാസ് എന്ന വാക്കാണ്. അപ്പോൾ എന്താണ് അവിടുത്തെ മിസ്റ്റേക്ക്? ഇവിടെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഗാന്ധിജി അറ്റൻഡഡ് മെനി മീറ്റിംഗ്സ് എന്ന് പറയുന്നത് ബഹുവചനമാണ്. അപ്പോൾ നമ്മൾ വാസ് അല്ല ഉപയോഗിക്കേണ്ടത്, വെയർ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ വാസ് എന്നുള്ളതിൻ്റെ ആൻസർ വെയർ എന്നാണ് ഇവിടെ റെഡ് ലെറ്ററിൽ ഇടതുഭാഗത്തായിട്ട് കാണിച്ചിട്ടുണ്ട്. ഗാന്ധിജി അറ്റൻഡഡ് മെനി മീറ്റിംഗ്സ് ഇൻ ഇംഗ്ലണ്ട് ദാറ്റ് വെയർ ഓർഗനൈസ്ഡ് ബൈ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ. ഹി അഡ്രസ്ഡ് ദം. അവിടെ എന്താണ് മിസ്റ്റേക്ക്? അഡ്രസ്ഡ് എന്നുള്ളതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ADDRESSED എന്നാണ് വേണ്ടത്. അഡ്രസ്ഡ് ഒരു ഡി അവിടെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതാണ് അവിടുത്തെ മിസ്റ്റേക്ക്. അപ്പോൾ B എന്നുള്ളത് അഡ്രസ്ഡ് ദം ആസ് ഫ്രണ്ട്സ് ആൻഡ് ഫെലോ സ്റ്റുഡൻസ്. ഇൻ വൺ ഓഫ് ഹിസ് സ്പീച്ച് അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. വൺ ഓഫ് ഹിസ് സ്പീച്ച് എന്ന് നമ്മൾ പറയാറില്ല. വൺ ഓഫ് ചേർത്ത് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അവിടെ ബഹുവചനമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇൻ വൺ ഓഫ് ഹിസ് സ്പീച്ചസ്. അപ്പോൾ സിയുടെ ആൻസർ സ്പീച്ചസ് എന്നാണ്. ഹി ബ്രോട്ട് ഔട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് നോൺ വയലൻസ്. ഹി എക്സ്പ്ലെയിൻ എന്നുള്ളത് പ്രസന്റ് ടെൻസ് ആണ്. ഈ പാരഗ്രാഫ് മുഴുവൻ ഇവിടെ മിസ്റ്റേക്ക് ഇല്ലാത്ത വെർബുകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അറ്റൻഡഡ്, അഡ്രസ്ഡ് എന്നൊക്കെ കാണാം. അപ്പോൾ ഇവിടെ മാത്രമായിട്ട് നമുക്ക് പ്രസന്റ് ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ പാസ്റ്റ് ഫോം ഉപയോഗിക്കണം. അപ്പോൾ D എക്സ്പ്ലെയിൻഡ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ആൻസേഴ്സ് വരിക. A വെയർ, B അഡ്രസ്ഡ്, C സ്പീച്ചസ്, D എക്സ്പ്ലെയിൻഡ്. ഇനി മറ്റൊരു പാസേജ് നോക്കാം. എഡിറ്റ് ദ പാസേജ് ഗിവൺ ബിലോ. ചാപ്ലിൻ ഹാഡ് ഹേർഡ് ഓഫ് ഗാന്ധിജി സ്പിന്നിംഗ് വീൽ ആൻഡ് ആസ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് പ്രസന്റ് ഫോം ആണ്. അപ്പോൾ ഇവിടെ പാസ്റ്റ് ഫോം ഉപയോഗിക്കണം. ഹി ആസ്ഡ് വൈ ഗാന്ധിജി വാസ് അഗെയിൻസ്റ്റ് മെഷീനറി എന്നുള്ള B അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. MACHINERY ആണ് വേണ്ടത്. Gandhiji explained to Chaplin that the unemployment of the whole peasant population in India made him think എന്നാണ് വേണ്ടത്. About the importance of being self-containment അല്ല, self-sufficient. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് A asked, B machinery, C think, D self-sufficient. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Edit the passage given below. The errors are given in italics. Emola's older sister worked in Orange Grove as a domestic worker and she's staying with her in the back room. അപ്പോൾ ഇവിടെ A മിസ്റ്റേക്ക്, ഓൾഡർ അല്ല എൽഡർ. അവിടെ കറക്റ്റായിട്ട് ചേരുന്ന വാക്ക് എൽഡർ എന്നാണ്. അപ്പോൾ A എൽഡർ. ഇനി B നോക്കുകയാണെങ്കിൽ ആൻഡ് ഷീ സ്റ്റേയിങ് എന്ന് പറയില്ല, ഷീ പാസ്റ്റ് ടെൻസ് ആണ് അവിടെ വേണ്ടത്. ഷീ സ്റ്റേയ്ഡ് വിത്ത് ഹെർ ഇൻ ദ ബാക്ക് റൂം. ഇനി മൂന്നാമത്തത് ഷീ ഡിഡ്ന്റ് നോ എനിബഡി ഇൻ ജോനാസ്ബർഗ് എക്സെപ്റ്റ് അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഒഴികെ എന്നുള്ള അർത്ഥം വരുന്ന വാക്ക് EXCEPT എന്നാണ്. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഹെർ സിസ്റ്റേഴ്സ് ഫ്രണ്ട് ഷീ വെയർ വെരി ബോർഡ് ആൻഡ് ലോൺലി. ഷീ വെയർ എന്നുള്ളത് ബഹുവചനമാണ്. അപ്പോൾ ഷീ സിംഗുലർ ആണ്, ഒരാളാണ്. അപ്പോൾ വാസ് ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ A എൽഡർ, B സ്റ്റേയ്ഡ്, C എക്സെപ്റ്റ്, D വാസ്. ഇനി മറ്റൊരു പാസേജ് നോക്കാം. എഡിറ്റ് ദ പാസേജ് ഗിവൺ ബിലോ. Emhola got a temporary job in a clothing factory in town. Who made clothes? അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ ഹൂ ആണ്.
അപ്പോൾ ഹൂ എന്നുള്ള റിലേറ്റീവ് പ്രൊനൗൺ ഒരു വ്യക്തിയെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അല്ലാത്തതിനൊക്കെ നമ്മൾ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ വിച്ച് എന്നോ ദാറ്റ് എന്നോ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ദാറ്റ് എന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് വരിക. എമോലോ ഗോട്ട് എ ടെമ്പററി ജോബ് ഇൻ എ ക്ലോത്തിങ് ഫാക്ടറി ഇൻ ടൗൺ ദാറ്റ് മെയ്ഡ്. അപ്പോൾ ക്ലോത്തിങ് ഫാക്ടറിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹൂ ചേർക്കാൻ കഴിയില്ല, ദാറ്റ് ആണ് ചേർക്കേണ്ടത്. ക്ലോത്തിങ് ഫാക്ടറി ഇൻ ടൗൺ ദാറ്റ് മെയ്ഡ് ക്ലോത്ത്സ് ഫോർ ലേഡീസ് ബുട്ടീക്ക്. ബുട്ടീക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, BOUTIQUE ആണ് വേണ്ടത്. ഷീ ലുക്ക്ഡ് ഫോർവേഡ് ടു മീറ്റിംഗ് ന്യൂ പീപ്പിൾ ആൻഡ് ലൈക്ക് എന്നുള്ളത് പ്രസന്റ് ആണ്, അവിടെ പാസ്റ്റ് ഉപയോഗിക്കണം. ലൈക്ക് ദ ഐഡിയ ഓഫ് ബീൻ അല്ല ബീയിങ് ഔട്ട് ഓഫ് ദ റൂം ഫോർ എ ചേഞ്ച്. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് A ദാറ്റ്, B ബുട്ടീക്ക്, C ലൈക്ഡ്, D ബീയിങ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. There were requested from various women's organization for an address by Gandhi. There were അവിടെ noun form ആണ് വേണ്ടത്, requests. There were requests from various women's organization for an address by Gandhiji and he അവിടെ past tense ഉപയോഗിക്കണം, addressed the Women's India Council in Morley College Hall. At this meeting, Gandhiji took the opportunity spelling mistake ആണ്, OPPU അല്ല, O ആണ് വേണ്ടത്, ORTUNITY, opportunity of correcting various notions about the woman അല്ല, അവിടെ വുമൺ എന്നുള്ളത് ഏകവചനമാണ്, വിമൺ ആണ് വേണ്ടത്, അത് ആണ് ബഹുവചനം. വിമൺ ഓഫ് ഇന്ത്യ, WOME എന്നാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തത് ടെൻസുമായി ബന്ധപ്പെട്ടതാണ്, ഒരെണ്ണം ടെൻസുമായി ബന്ധപ്പെട്ടതാണ്, മറ്റൊരെണ്ണം വെർബിന്റെ ഫോമിന്റെ വ്യത്യാസമാണ്, വേറൊന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, പിന്നെ ബഹുവചനം ഒക്കെ ഈ എഡിറ്റിംഗിൽ ചോദിക്കാറുണ്ട്. ഇനി മറ്റൊരു പാസേജ് നോക്കാം. മൈ സിസ്റ്റർ ഹാഡ് ടേക്കൺ ഹർ യൂഷ്വൽ തേഴ്സ്ഡേ ആഫ്റ്റർനൂൺ ഓഫ്. അപ്പോൾ ആഫ്റ്റർനൂൺ ഓഫ് എന്നുള്ളത് ഇവിടെ ഓഫ് എടുത്തു എന്നുള്ള അർത്ഥത്തിലാണ്, ലീവ് എടുത്തു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ OFF ആണ് വേണ്ടത്. ആൻഡ് ഷീ ഹാഡ് ബീൻ ഡിലേഡ് സംവെയർ. ഐ കെയിം ബാക്ക് ഫ്രം വർക്ക് ദെൻ വെയിറ്റിംഗ്. അവിടെ വെർബ് ഫോം പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. വെയിറ്റഡ് ഇൻ ദ പാർക്ക് ഫോർ ദ റൈറ്റ് ടൈം ടു ഗോ ബാക്ക്. ഇൻ എന്നുള്ള പ്രപ്പോസിഷൻ അല്ല അവിടെ വേണ്ടത്, ടു എന്നുള്ള പ്രപ്പോസിഷൻ ആണ് വേണ്ടത്. ടു ഗോ ബാക്ക് ടു the yard. The white people always had their supper at 6:30 and that was the time I used to steal my way. അതായത് രഹസ്യമായിട്ട് പോവുക എന്നുള്ള അർത്ഥം. അപ്പോൾ അവിടെ സ്റ്റീൽ, മോഷ്ടിക്കുക അല്ലെങ്കിൽ രഹസ്യമായി പോവുക എന്നുള്ള അർത്ഥം വരുന്ന അതിൻ്റെ സ്പെല്ലിങ് ഈ സ്റ്റീൽ അല്ല, STEAL ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ A ഓഫ്, B വെയിറ്റഡ്, C to, D സ്റ്റീൽ. ഇനി ഇതുപോലെ തന്നെ എഡിറ്റിംഗ് പോലെ തന്നെ പരീക്ഷയ്ക്ക് വരുന്ന മറ്റൊരു ചോദ്യമാണ് fill in the blanks with suitable words from the bracket. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെയും നമ്മൾ പാരഗ്രാഫ് എഴുതേണ്ട ആവശ്യമില്ല, അതിനാണ് ഇവിടെ ABCDE എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എഴുതുക, അതിൻ്റെ ആൻസർ മാത്രം എഴുതുക. സ്കോർസ് അവിടെ വരേണ്ടത് ഓഫ് ലെറ്റേഴ്സ് ആണ്, സ്കോർസ് ഓഫ് ലെറ്റേഴ്സ്. അപ്പോൾ A ഓഫ്. കെയിം ടു ഗാന്ധിജി അവിടെ വേണ്ടത് ഫ്രം ആണ്. അപ്പോൾ B ഫ്രം. ഓൾ പാർട്സ് ഓഫ് ബ്രിട്ടൻ ആൻഡ് ദ കോണ്ടിനെന്റ്. ഓൾഡ് ഫ്രണ്ട്സ് അവിടെ വരേണ്ടത് ഹൂ ആണ്. ഹൂ ന്യൂ ഹിം ആസ് ദ യങ് സ്റ്റുഡൻറ്. അപ്പോൾ D ദ ആണ്. ദ യങ് സ്റ്റുഡൻറ് ടേൺഡ് അപ്പ് ടു സീ ഹിം. ഈവൻ സെലിബ്രിറ്റീസ് വെർ ഈഗർ ടു മീറ്റ് ഹിം ഇൻ പേഴ്സൺ ആണ്. അപ്പോൾ IN ആണ് അവിടെ ചേർക്കുന്നത്. അപ്പോൾ A ഓഫ്, B ഫ്രം, C ഹൂ, D ദ ആൻഡ് E ഇൻ. ഇനി വേറൊരു ചോദ്യം നോക്കാം. എംഹോലോ വാസ് ഡാഷ് ഹർ വേ ടു ദ ബസ് സ്റ്റോപ്പ്. വാസ് ഓൺ ഹർ വേ. A ഓൺ ആണ്. ഓൺ ഹർ വേ ടു ദ ബസ് സ്റ്റോപ്പ്. ഓൺ ദാറ്റ് ഡേ ഇറ്റ് വാസ് റെയിനിങ് ഇൻസെസൻ്റ്ലി. So she decided to take shelter in the toilet. In ആണ് C വരിക. In the toilet. She pushed the toilet door open and went in. It looked like it had not been painted for a few days. അപ്പോൾ അതിൻ്റെ ആൻസർ A on, B so, C in, D the and E for. അപ്പോൾ അത് ആൻസർ മാത്രം നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുക. ഇനി ഇതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള എന്തായാലും വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് റിപ്പോർട്ടഡ് സ്പീച്ചാണ്. അപ്പോൾ ഇവിടെ രണ്ടാളുകൾ തമ്മിലുള്ള സംഭാഷണം കൊടുത്തിട്ടുണ്ട്. എന്താണ് അവരോട് ചോദിച്ചത് എന്ന് പറയുമ്പോൾ നമ്മൾ അവർ പറയുന്ന ആക്ച്വൽ കോൺവെർസേഷൻ നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യുകയാണ്.
അപ്പോൾ ഇവിടെ രണ്ട് ആളുകളാണ്, ഒന്ന് ഒരു ഫ്രഞ്ച് സ്റ്റുഡൻറ്റും ഗാന്ധിജിയും. ഫ്രഞ്ച് സ്റ്റുഡൻറ്റ് ചോദിക്കുന്നു, വെൻ ഡിഡ് യു വിസിറ്റ് ഫ്രാൻസ്? നിങ്ങൾ എപ്പോഴാണ് ഫ്രാൻസ് സന്ദർശിച്ചത്? അപ്പോൾ ഗാന്ധിജി പറയുകയാണ്, ഐ വിസിറ്റഡ് ഫ്രാൻസ് ഇൻ 1890 ടു സീ ദ എക്സിബിഷൻ അറ്റ് പാരീസ്. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ ഈ ഫ്രഞ്ച് സ്റ്റുഡൻറ്റ് ഗാന്ധിജിയോട് ചോദിച്ചത്? അപ്പോൾ ഗാന്ധിജിയോട് ഈ ഫ്രഞ്ച് സ്റ്റുഡൻറ്റ് എന്നാണ് ഗാന്ധിജി ഫ്രാൻസ് വിസിറ്റ് ചെയ്തത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഗാന്ധിജി ഇങ്ങനെ മറുപടി പറഞ്ഞു. ഇങ്ങനെ നമ്മൾ ഇതൊരു റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിലെ പ്രസന്റ് ടെൻസിലുള്ളതെല്ലാം നമ്മൾ പാസ്റ്റ് ഫോമിലേക്ക് മാറുന്നു. അതുപോലെ മീനിങ് മാറാതെ നമ്മളത് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഐ എന്ന് പറയുന്നത് ഗാന്ധിജിയാണ്. അപ്പോൾ അത് മാറി ഹി എന്നാവും. അതുപോലെ വിസിറ്റഡ് എന്നുള്ളത് പാസ്റ്റാണ്, അത് പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് വിസിറ്റഡ് എന്നായി മാറും. അതുപോലെ യു എന്നുള്ളത് ഇവിടെ ഹി ആയി മാറും ചോദ്യം. പിന്നെ ഒരു WH ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അത് സബ്ജക്റ്റ് വെർബ് ഫോമിലേക്ക് നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്യുകയും കൂടെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത്, ദ ഫ്രഞ്ച് സ്റ്റുഡൻറ്റ് ആസ്ക്ഡ് ഗാന്ധിജി വെൻ ഹി ഹാഡ് വിസിറ്റഡ് ഫ്രാൻസ്. ഫുൾ സ്റ്റോപ്പ് ആണ്. അപ്പോൾ ഇതാണ് എയുടെ ആൻസർ. ഇനി ബിയുടെ ആൻസർ, ഗാന്ധിജി ആൻസേർഡ് അല്ലെ ഗാന്ധിജി റെസ്പോണ്ടഡ് ദാറ്റ് he had visited France in 1890 to see the exhibition at Paris. അപ്പോൾ B, Gandhiji replied that he had visited France in 1890 to see the exhibition at Paris. ഇനി വേറൊരു കോൺവെർസേഷൻ നോക്കാം, ഗാന്ധിജി മാനേജറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ. അപ്പോൾ ഗാന്ധിജി ചോദിക്കുകയാണ്, ഹൂ ഈസ് മിസ്റ്റർ ചാർലി ചാപ്ലിൻ? മാനേജർ പറയുകയാണ്, മിസ്റ്റർ ചാർലി ചാപ്ലിൻ ഇസ് എ സെലിബ്രിറ്റി ഹു ഹാസ് മെയ്ഡ് മില്യൻസ് ലാഫ്. ഇനി എന്താണ് ഗാന്ധിജി ചോദിച്ചത്? ഗാന്ധിജി ചോദിച്ചത് ചാർലി ചാപ്ലിൻ ആരായിരുന്നു എന്നാണ് ഗാന്ധിജി ചോദിച്ചത്. അപ്പോൾ മാനേജർ പറഞ്ഞു, ചാർലി ചാപ്ലിൻ ഒരു സെലിബ്രിറ്റിയാണ്, അദ്ദേഹം ഒരുപാട് ആളുകളെ ചിരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഈ രീതിയിൽ എഴുതാം. ഗാന്ധിജി ആസ്ക്ഡ് ദ മാനേജർ ഹൂ മിസ്റ്റർ ചാപ്ലിൻ വാസ്. ദ മാനേജർ റിപ്ലൈഡ് ദാറ്റ് മിസ്റ്റർ ചാപ്ലിൻ വാസ് എ സെലിബ്രിറ്റി ഹു ഹാഡ് മെയ്ഡ് മില്യൻസ് ലാഫ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മാറ്റി എഴുതുക, എ ബി എന്ന് പറഞ്ഞ് അത് എഴുതാം. ഇനി മറ്റൊരു കോൺവെർസേഷൻ മദറും എംഹോളോയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. വാട്ട് ഈസ് യുവർ പ്ലാൻ ഫോർ ദ ഡിസംബർ ഹോളിഡേയ്സ്? ഐ എം ഗോയിങ് ടു മീറ്റ് ഐറീൻ അറ്റ് ജോനാസ്ബർഗ്. ദ മദർ ആസ്ക്ഡ് എംഹോളോ വാട്ട് ഹെർ പ്ലാൻ വാസ് ഫോർ ദ ഡിസംബർ ഹോളിഡേയ്സ്. ഇനി അതിൻ്റെ ബി വരുന്നത്, ഐ ആം ഗോയിങ് ടു മീറ്റ് ഐറീൻ അറ്റ് ജോനാസ്ബർഗ് എന്നുള്ളത് ദാറ്റ് ഷീ വാസ് ഗോയിങ് ടു മീറ്റ് ഐറീൻ അറ്റ് ജോനാസ്ബർഗ് എന്ന് മാറ്റി എഴുതണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ എംഹോളോ റെസ്പോണ്ടഡ് ദാറ്റ് ഷീ വാസ് ഗോയിങ് ടു മീറ്റ് ഐറീൻ in Johannesburg. ഇനി വേറൊരു കോൺവെർസേഷൻ, മാഡം ആൻഡ് എംഹോളോ. വെൻ ഡിഡ് യു കം ഇൻ? ഐ ഹാവ് ബീൻ ഹിയർ ഫോർ സം ടൈം വെയിറ്റിംഗ് ഫോർ മൈ സിസ്റ്റർ. അപ്പോൾ വാട്ട് ഡിഡ് ദ മാഡം ആസ്ക് എംഹോളോ? ദ മാഡം ആസ്ക്ഡ് എംഹോളോ വെൻ ഷീ ഹാഡ് കം ഇൻ. വാട്ട് വാസ് എംഹോളോസ് റെസ്പോൺസ്? എംഹോളോ റിപ്ലൈഡ് ദാറ്റ് ഷീ ഹാഡ് ബീൻ ദെയർ ഫോർ സം ടൈം വെയിറ്റിംഗ് ഫോർ ഹർ സിസ്റ്റർ. അങ്ങനെ മാറ്റി എഴുതാം. ഇനി വേറൊരു ചോദ്യം പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്, നൗൺ ഫ്രേസും വെർബ് ഫ്രേസും കണ്ടുപിടിച്ച് എഴുതാനുള്ള ചോദ്യം. അപ്പോൾ നൗൺ ഫ്രേസ് ചോദിച്ചാലും വെർബ് ഫ്രേസ് ചോദിച്ചാലും ആദ്യം നമ്മൾ വെർബ്, അതിലെ ആക്ഷൻ വേർഡ്, ക്രിയ മുതൽ ഫുൾ സ്റ്റോപ്പ് വരെയുള്ള ഭാഗം ഒന്ന് മാർക്ക് ചെയ്യണം. അത് വെർബ് ഫ്രേസ് ആണ്. വെർബ് ഫ്രേസ് ചോദിച്ചില്ലെങ്കിലും വെർബ് ഫ്രേസ് നമ്മൾ ഒന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതാണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സെന്റൻസ്, ഗാന്ധിജി അറ്റൻഡഡ് മെനി മീറ്റിംഗ്സ് ദാറ്റ് വെർ ഓർഗനൈസ്ഡ് ടു ഓണർ ഹിം. ഇപ്പോൾ ഗാന്ധിജി അറ്റൻഡ് ചെയ്തു, അതാണ് വെർബ്. അപ്പോൾ അറ്റൻഡഡ് മെനി മീറ്റിംഗ്സ് ദാറ്റ് വെർ ഓർഗനൈസ്ഡ് ടു ഓണർ ഹിം ഫുൾ സ്റ്റോപ്പ് വരെയുള്ള ഭാഗം വെർബ് ഫ്രേസ് ആണ്. പിന്നെ ബാക്കിയുള്ളതാണ് നൗൺ ഫ്രേസ്. അപ്പോൾ ഇവിടെ നൗൺ ഫ്രേസ് ആണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഗാന്ധിജി. രണ്ടാമത്തെ എക്സാമ്പിൾ, ദ സ്റ്റുഡൻസ് ഓഫ് ഫ്രാൻസ് ഓർഗനൈസ്ഡ് ഇവിടെ ഒരു വെർബാണ്. അപ്പോൾ ഓർഗനൈസ്ഡ് എ റിസപ്ഷൻ ഫോർ ദ സ്പിരിച്വൽ അംബാസിഡർ ഓഫ് ഇന്ത്യ. അത്രയും ഭാഗം വെർബ് ഫ്രേസ് ആണ്, ബാക്കിയുള്ള ഭാഗം നൗൺ ഫ്രേസ് ആണ്. അപ്പോൾ ബാക്കി വരുന്നത് ദ സ്റ്റുഡൻസ് ഓഫ് ഫ്രാൻസ്. അപ്പോൾ സ്റ്റുഡൻസ് ഓഫ് ഫ്രാൻസ് ആണ് ഇവിടുത്തെ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. അതേപോലെ മറ്റൊരു ചോദ്യമാണ്, സ്കോർസ് ഓഫ് ലെറ്റേഴ്സ് കെയിം ടു ഗാന്ധിജി. അപ്പോൾ കെയിം എന്നുള്ളത് വെർബാണ്. അപ്പോൾ കെയിം ടു ഗാന്ധിജി ഡെയിലി ഫ്രം ഓൾ പാർട്സ് ഓഫ് ബ്രിട്ടൻ ആൻഡ് ദ കോണ്ടിനെന്റ്. അത്രയും വെർബ് ഫ്രേസ് ആണ്. ചോദ്യം നൗൺ ഫ്രേസ് ആണ്. അപ്പോൾ ബാക്കിയുള്ള ഭാഗം സ്കോർസ് ഓഫ് ലെറ്റേഴ്സ്. ഇനി ഓൾഡ് ഫ്രണ്ട്സ് ഹൂ ന്യൂ ഹിം ഇയേഴ്സ് എഗോ ആസ് എ യങ് സ്റ്റുഡൻറ് ടേൺഡ് അപ്പ് ടു സീ ഹിം. അപ്പോൾ ടേൺഡ് അപ്പ് ടു സീ ഹിം എന്നുള്ളതാണ് ഇതിലെ ആക്ഷൻ. അപ്പോൾ ടേൺഡ് അപ്പ് ടു സീ ഹിം എന്നുള്ളത് വെർബ് ഫ്രേസ് ആണ്. ബാക്കിയുള്ള ഭാഗം ഓൾഡ് ഫ്രണ്ട്സ് ഹൂ ന്യൂ ഹിം ഇയേഴ്സ് എഗോ ആസ് എ യങ് സ്റ്റുഡൻറ്, ഇത്രയും ഭാഗം നൗൺ ഫ്രേസ് ആയി വരും. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരനായ സ്റ്റുഡൻ്റ് ആയിരുന്നു എന്ന് അറിയാവുന്ന പഴയ സുഹൃത്തുക്കൾ
അദ്ദേഹത്തെ കാണാൻ വന്നു. അപ്പോൾ അത്രയും ഭാഗം ഇവിടെ നൗൺ ഫ്രേസ് ഇൻ സബ്ജക്ട് പൊസിഷൻ ആണ്. ഇനി മറ്റൊരു ചോദ്യം, ദ സൂപ്പർവൈസർ സ്കോൾഡഡ് എംഹോളോ ഫോർ നോട്ട് ഇൻഫോമിംഗ് ഹർ അബൌട്ട് ദ തെഫ്റ്റ്. അപ്പോൾ ഇവിടെ വെർബ് വരുന്നത് സ്കോൾഡഡ് ആണ്. അപ്പോൾ സ്കോൾഡഡ് എംഹോളോ ഫോർ നോട്ട് ഇൻഫോമിംഗ് ഹർ അബൌട്ട് ദ തെഫ്റ്റ് വെർബ് ഫ്രേസ് ആണ്. അതിന്റെ നൗൺ ഫ്രേസ് ദ സൂപ്പർവൈസർ. അടുത്തത് 2 dresses were stolen from the factory during lunch time. were stolen from the factory during lunch time വെർബ് ഫ്രേസ് ആണ്. അപ്പോൾ അതിന്റെ നൗൺ ഫ്രേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ചിലപ്പോൾ നൗൺ ഫ്രേസും വെർബ് ഫ്രേസും ചോദിക്കാം. ഇവിടെ നൗൺ ഫ്രേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 dresses. ഇനി ഇതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് വോയിസ് ചേഞ്ച് ചെയ്യാനുള്ള ചോദ്യം. അതായത് ആക്റ്റീവ് സെന്റൻസ് ആണെങ്കിൽ അതിനെ പാസീവ് ഫോമിലേക്കും പാസീവ് സെന്റൻസ് ആണെങ്കിൽ അതിനെ ആക്റ്റീവ് ഫോമിലേക്കും മാറ്റാം. അപ്പോൾ ഇവിടെ The students of France organized a reception for the spiritual ambassador of India. ഫ്രാൻസിലെ സ്റ്റുഡൻസ് ഇന്ത്യയുടെ സ്പിരിച്വൽ അംബാസിഡറിന് ഒരു റിസപ്ഷൻ ഓർഗനൈസ് ചെയ്തു. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ സ്റ്റുഡൻസ് ഓഫ് ഫ്രാൻസ് ആണ്. അവരാണ് ഇവിടെ ആക്ഷൻ ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ആക്റ്റീവ് സെന്റൻസ് ആണ്. ഇതിനെ നമ്മൾ പാസീവ് സെന്റൻസ് ആക്കി മാറ്റാം. പാസീവ് സെന്റൻസ് ആക്കി മാറ്റാൻ ഇതിന്റെ ഒബ്ജക്റ്റിനെ നമ്മൾ ആദ്യം കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ എ റിസപ്ഷൻ എന്നുള്ളതാണ് ഈ ഒബ്ജക്റ്റ്. എ റിസപ്ഷൻ ഫോർ ദ സ്പിരിച്വൽ അംബാസിഡർ ഓഫ് ഇന്ത്യ വാസ് ഓർഗനൈസ്ഡ് ബൈ ദ സ്റ്റുഡൻസ് ഓഫ് ഫ്രാൻസ്. ഇനി അടുത്ത സെന്റൻസ്, ഗാന്ധിജി വാസ് ദ ടീച്ചിങ്സ് ഓഫ് റൂസോ ആൻഡ് വിക്ടർ ഹ്യൂഗോ ഇൻസ്പയർഡ് ഗാന്ധിജി. ആക്റ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് നമ്മൾ ആദ്യം കൊണ്ടുവരുന്നു, എന്നിട്ട് വാസ് ചേർത്ത് എഴുതുന്നു. അപ്പോൾ ഗാന്ധിജി വാസ് ഇൻസ്പയർഡ് ബൈ ദ ടീച്ചിങ്സ് ഓഫ് റൂസോ ആൻഡ് വിക്ടർ ഹ്യൂഗോ. അപ്പോൾ പഴയ സെന്റൻസിലെ സബ്ജക്റ്റിനെ ബൈ ഏജന്റ് ചേർത്ത് നമ്മളിവിടെ എഴുതുന്നു. അടുത്തത്, എംഹോളോ വാസ് ലോക്ക്ഡ് ഇൻ ദ റൂം ബൈ ഐറീൻ. ഇതൊരു പാസീവ് സെന്റൻസ് ആണ്. എംഹോളോ വാസ് ലോക്ക്ഡ്. എംഹോളോ ലോക്ക് ചെയ്യപ്പെട്ടു. ആരാണ് ഈ ആക്ഷൻ ചെയ്തിരിക്കുന്നത്? ഐറീൻ ആണ്. അപ്പോൾ നമുക്കിവിടെ വാസ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആക്റ്റീവ് സെന്റൻസ് കിട്ടും. ഐറീൻ ലോക്ക്ഡ് എംഹോളോ ഇൻ ദ റൂം. അപ്പോൾ ഈ രീതിയിൽ നമുക്കത് എഴുതാവുന്നതാണ്. ഇനി മറ്റൊരു പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ് കോൺവെർസേഷൻ കംപ്ലീഷൻ ചോദ്യം. കോൺവെർസേഷൻ കംപ്ലീഷൻ ചോദ്യത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വരാം, ഒരു WH ക്വസ്റ്റ്യൻ വരും, ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വരും, ഒരു ക്വസ്റ്റ്യൻ ടാഗ് വരും, ഒരു ഇഫ് ക്ലോസ് വരും, ഒരു ഹാഡ് ബെറ്റർ വരും. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഇത് കാണുമ്പോൾ തന്നെ ആദ്യത്തേത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, കാരണം അവിടെ വേറെ പങ്ക്ച്വേഷൻ മാർക്സ് ഒന്നും കാണുന്നില്ല. രണ്ടാമത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ താഴെയുള്ള മറുപടിയിൽ നോ ഉള്ളത് കൊണ്ട് അവിടെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ബി വരുന്നത്. സി കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഡി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, അതൊരു WH ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഇ അവിടെ ആ സെന്റൻസിൽ നമ്മൾ ഇഫ് കാണുന്നത് കൊണ്ട് ഒരു ഇഫ് ക്ലോസ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇവിടെ ചേർന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹാവ് യു എനി സീരിയസ് തോട്ട്സ് അബൌട്ട് യുവർ കരിയർ. അപ്പോൾ എന്തോ ഒരു കാര്യം ചോദിച്ചു, എന്തോ ഒരു സെന്റൻസ് ആണ് അവിടെ പറഞ്ഞത്. അതിൻ്റെ താഴെ ആക്ടിങ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, യെസ് ഐ ഹാവ് ബീൻ തിങ്കിങ് അബൌട്ട് ആക്ടിങ്. അപ്പോൾ അടുത്തായിട്ട് കറക്റ്റായിട്ട് മാച്ചിങ് വരും. ആക്ടിങ്, ആർ യു ഷുവർ അബൌട്ട് ദാറ്റ്? ഐ എം നോട്ട് ഷുവർ ബട്ട് ഐ ഹാവ് ബീൻ തിങ്കിങ് ഓഫ് ഇറ്റ് ഫോർ സം ടൈം. ഇനി എന്തോ ഒരു ക്വസ്റ്റൻ ആണ് ചോദിച്ചത്, അതിന്റെ മറുപടി നോ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ടീച്ചിങ് ഓർ നഴ്സിംഗ് ആസ് എ പ്രൊഫഷൻ. അപ്പോൾ നിങ്ങൾ ടീച്ചിങ്ങോ നഴ്സിംഗിലോ താല്പര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് വേണ്ടത്. അപ്പോൾ ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ടീച്ചിങ് ഓർ നഴ്സിംഗ്? അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ മറുപടി വരും, നോ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ടീച്ചിങ് ഓർ നഴ്സിംഗ് ആസ് എ പ്രൊഫഷൻ. അടുത്തത്, ദേ ആർ റെസ്പെക്റ്റബിൾ പ്രൊഫഷൻസ് എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ്. അപ്പോൾ അതിലെ ഓക്സിലറി വെർബ് എടുത്തു, ആർ, അതിൻ്റെ സെൻറ്റൻസ് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആക്കി, ആറിൻറ്റ്, സബ്ജക്റ്റ് എഴുതി, പ്രൊനൗൺ എഴുതി, ദേ, ആറിൻറ്റ് ദേ. അടുത്തത് ഡി, ഒരു ക്വസ്റ്റ്യൻ ആണ്, ഐ ഫീൽ സോ ബിക്കോസ് യു ഡോണ്ട് നോ വാട്ട് ടു ഡു വിത്ത് ദ നോളജ് യു അക്വയർഡ്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് അതിന് ചേരുന്നത്, വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്. അടുത്തത് ഇഫ് ക്ലോസ് ആണ്, ഇഫ് യു പെർമിറ്റ് മീ. ഇഫ് ക്ലോസ് 3 ടൈപ്പാണ് ഉള്ളത്, ഇഫ് പ്ലസ് പ്രസന്റ് ടെൻസും, ഇഫ് പ്ലസ് പാസ്റ്റ് ടെൻസും, ഇഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും. അപ്പോൾ ഇവിടെ ഇഫ് പ്ലസ് പെർമിറ്റ് ആണ്, പെർമിറ്റ്, പെർമിറ്റഡ്, പെർമിറ്റഡ്. അപ്പോൾ പെർമിറ്റ് പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ ഇഫ് പ്ലസ് പ്രസന്റ് ടെൻസ് ടൈപ്പ് 1 ആണ്. ഇതിന്റെ മെയിൻ ക്ലോസ് വിൽ, ഷാൾ, ക്യാൻ, മേ പ്ലസ് V1 ആണ് വരിക. ഇഫ് യു പെർമിറ്റ് മീ, ഐ വിൽ, ഐ വിൽ. അപ്പോൾ ചേരുന്ന ഒരു സെന്റൻസ് ആക്കി മാറ്റുക. ഇഫ് യു പെർമിറ്റ് മീ, ഐ വിൽ ഫൈൻഡ് മൈ ഓൺ പാത്ത്. ഇനി വേറൊരു കോൺവെർസേഷൻ നോക്കാം. ഒന്നാമത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്, എ ഒരു ക്വസ്റ്റ്യൻ ആണ്, ബി ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, സി ഹാഡ് ബെറ്റർ ആണ്, ഡി ഇഫ് ക്ലോസ് ആണ്, ഇ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പോൾ ഒന്നാമത്തത്, സോ ദാറ്റ് മാഡം വോണ്ട് സീ യു, അതിന് ചേരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ഡു യു ഹാവ് ടു ഡു ദാറ്റ്. ഇനി ബിയിൽ വരുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്,
അപ്പോൾ അതിൻ്റെ മുൻപുള്ള പറഞ്ഞ കാര്യം എന്താണെന്ന് നോക്കുക. ഡസൻ ഷീ നോ ദാറ്റ് ഐ എം സ്റ്റേയിങ് വിത്ത് യു? നോ, ഷീ ഡസ് ഇറ്റ് ഡോ ഇറ്റ്. അടുത്ത യു ഹാഡ് ബെറ്റർ. ഹാഡ് ബെറ്റർ ചേർക്കുമ്പോൾ അതിനുശേഷം വെർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രം ഉപയോഗിക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ യു ഹാഡ് ബെറ്റർ ടെൽ, അതിൻ്റെ മുമ്പ് വേറൊന്നും ചേർക്കരുത്, വെർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രം ചേർക്കുക. യു ഹാഡ് ബെറ്റർ ടെൽ ഹർ ദ ട്രൂത്ത്. ഇഫ് ഐ ടെൽ ഹർ ദ ട്രൂത്ത്, അതും ഇഫ് ക്ലോസ് ടൈപ്പ് 1 ആണ്. ഇഫ് പ്ലസ് ടെൽ ആണ് ഉപയോഗിച്ചത്. ടെൽ, ടോൾഡ്, ടോൾഡ് ആണ്. അപ്പോൾ ടെൽ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ വിൽ, ഷാൾ, ക്യാൻ പ്ലസ് V1. ഇഫ് ഐ ടെൽ ഹർ ദ ട്രൂത്ത് ഷീ വിൽ ഗെറ്റ് ആംഗ്രി. അതുപോലെ യു ആർ വറീഡ് അബൌട്ട് യുവർ ജോബ്, അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഓക്സിലറി വെർബ് ആറാണ്, അതെടുത്തു. സെൻറ്റൻസ് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആക്കി. ആറിൻറ്റ് പ്രൊനൗൺ ചേർത്തു, യു, ആറിൻറ്റ് യു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇവിടെ വലതുവശത്ത് കൊടുത്തിരിക്കുന്ന ABCDE. A, why do you have to do that? B, no, she doesn't. C, tell her the truth. D, she will get angry. E, aren't you? അങ്ങനെ ഈ രീതിയിൽ നമുക്കതിൻ്റെ ആൻസേഴ്സ് എഴുതാം. ഇനി മറ്റൊരു ചോദ്യം ഇവിടെ ഇതേപോലെ ABCDE. A ക്വസ്റ്റ്യൻ ടാഗ് ആണ്. B യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, അതിൻ്റെ താഴെ നോ എന്ന് കാണുന്നു. C ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. D വുഡ് യു മൈൻഡ് ചേർത്ത് വരുന്ന ഒരു സെൻറ്റൻസ് ആണ്. E ഇഫ് ക്ലോസ് ആണ്. അപ്പോൾ ഒന്നാമത്തത് ക്വസ്റ്റ്യൻ ടാഗ്, യു ആർ റിസീവിങ് സോ മെനി ലെറ്റേഴ്സ്, ആറിൻറ്റ് യു, ആറിൻറ്റ് യു. രണ്ടാമത്തത് അതിൻ്റെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാക്കേണ്ടത്. അതിൻ്റെ ആൻസർ നോക്കാം. നോ, നോട്ട് ഫ്രം ഇന്ത്യ. അപ്പോൾ ആർ ദ ലെറ്റേഴ്സ് ഫ്രം ഇന്ത്യ? നോ, ദേ ആർ നോട്ട് ഫ്രം ഇന്ത്യ. അടുത്തത് ഐ ഹാവ് നോ അപ്പോയിൻമെന്റ്സ്. അടുത്തത് വുഡ് യു മൈൻഡ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ING ഫോം, വെർബിൻ്റെ ING ഫോം ഉപയോഗിച്ച് എഴുതുക. വുഡ് യു മൈൻഡ് ഗിവിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി ടു മിസ്റ്റർ ചാപ്ലിൻ. ഇനി ഇഫ് ഹി ഈസ് ഫ്രീ ടുമാറോ, അയാൾ നാളെ ഫ്രീ ആണെങ്കിൽ. പിന്നെ പ്രസന്റ് ടെൻസ് ആണ്, അപ്പോൾ ടൈപ്പ് 1 ആണ്. അപ്പോൾ വിൽ, ഷാൾ, ക്യാൻ പ്ലസ് V1 ആണ് ഉപയോഗിക്കുന്നത്. ഇഫ് ഹി ഈസ് ഫ്രീ ടുമാറോ യു ക്യാൻ ഇൻഫോം ഹിം ദാറ്റ് ഐ എം റെഡി ഫോർ ദ മീറ്റിംഗ് ടുമാറോ. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. ഇവിടെ ഫ്രേസൽ വെർബ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ചോദ്യമാണ്. ഐ കുഡ് നോട്ട് dash my mother's opinion of becoming a teacher or a nurse. At the same time, I would not be able to dash on what I needed in life. My wish was to become an actor, but there was nobody to dash my plan, so I decided to dash the problem on my own. ഇവിടെയും പാരഗ്രാഫ് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ABCD ആൻസർ മാത്രം എഴുതുക. ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഫ്രേസൽ വെർബ്സ് ശ്രദ്ധിക്കുക. അക്കൗണ്ട് ഫോർ, എഗ്രി വിത്ത്, ഡീൽ വിത്ത്, ബാക്കപ്പ്, മേക്കപ്പ് മൈ മൈൻഡ്. മേക്കപ്പ് മൈ മൈൻഡ് എന്ന് വെച്ചാൽ തീരുമാനമെടുക്കുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് അക്കൗണ്ട് ഫോർ. A, അക്കൗണ്ട് ഫോർ. B, മേക്കപ്പ് മൈ മൈൻഡ്. C, ബാക്കപ്പ്. D, ഡീൽ വിത്ത്. അടുത്ത ഒരു പാരഗ്രാഫ് നോക്കാം. ദ സ്റ്റുഡൻസ് ഓഫ് ഫ്രാൻസ് ഡാഷ് എ റിസപ്ഷൻ. ഒരു റിസപ്ഷൻ അറേഞ്ച് ചെയ്തു എന്ന് അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ്. അപ്പോൾ അതിവിടെ സെറ്റപ്പ് ആണ്. സെറ്റപ്പ് എ റിസപ്ഷൻ ഫോർ ഗാന്ധിജി. They dashed to be enlightened by the spiritual ambassador of India. They looked forward to be enlightened by the spiritual leader, ambassador of India. Gandhiji dashed the message. Gandhiji ഈ ഒരു മെസ്സേജ് കൺവേ ചെയ്തു എന്ന അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് പുട്ട് അക്രോസ്. കമ്മ്യൂണിക്കേറ്റ് എന്ന അർത്ഥം വരുന്ന പുട്ട് അക്രോസ് ദ മെസ്സേജ് ഓഫ് നോൺ വയലൻസ് ടു ദ സ്റ്റുഡൻസ്. ഇറ്റ് ഡാഷ് ദ സ്റ്റുഡൻസ് ദാറ്റ്, അത് അവർക്ക് മനസ്സിലായി എന്ന അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് ഡോണ്ട് ഓൺ എന്നാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് A, സെറ്റപ്പ്. B, ലുക്ക് ഫോർവേഡ്. C, പുട്ട് അക്രോസ്. D, ഡോണ്ട് ഓൺ. അപ്പോൾ ഇത് ശരിയാക്കി എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.